ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ബ്ലോഗ്. അപ്പം ഇന്നത്തെ കറക്കം നമ്മൾ സ്കൂട്ടറിലാട്ടോ. ഇന്ന് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് നമുക്ക് സ്കൂട്ടറിൽ പോകാൻ ഓർത്തു. ഇന്ന് ഞങ്ങൾ കറുകച്ചാൽ സൈഡിലേക്കാട്ടോ പോകുന്നത്. കറുകച്ചാലിൽ നമ്മുടെ ഐറാസ് ഉണ്ടല്ലോ, അപ്പോൾ അബിക്കുട്ടനെ അവിടെ കൊണ്ടുപോയി ടർഫൊക്കെ ഒന്ന് കാണിക്കാം. അതിൻ്റെ കൂടെയൊക്കെ ഒന്ന് കയറി പാർക്കിൽ കൂടെയൊക്കെ ഒന്ന് ചുമ്മാ കയറി നടക്കാം. പിന്നെ അവിടെ മിഡിൽ ഈസ്റ്റ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡും കഴിക്കാൻ ഓർത്താണ് നമ്മൾ പോകുന്നത്. എനിക്ക് തോന്നുന്നു കോട്ടയത്തുള്ള ഏറ്റവും ബെസ്റ്റ് ടർഫ് ഇവിടെയാണെന്ന് തോന്നുന്നു കേട്ടോ. ടർഫ് മാത്രമല്ല, അവിടെ എല്ലാ ടൈപ്പ് ആക്ടിവിറ്റീസും ഉണ്ട്. പാർക്കുണ്ട്, ഫുട്ബോൾ കോർട്ടുണ്ട്, ക്രിക്കറ്റ് കോർട്ടുണ്ട്, ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, പാർട്ടി ഹാളുണ്ട്, പ്ലേ ഏരിയ ഉണ്ട്, സ്വിമ്മിംഗ് പൂൾ വരെ ഉണ്ട്. ഞങ്ങൾ അതിലേക്കൂടെയൊക്കെ വെറുതെ കയറി ഇറങ്ങി നടന്നു. അതിലേക്ക് നടന്നപ്പോൾ നല്ല മന്തി ചുടുന്ന മണം വന്നു. അപ്പോൾ നേരെ നമ്മളെ മിഡിൽ ഈസ്റ്റിലേക്ക് വെച്ച് പിടിച്ചു. കയറി ചെല്ലുമ്പോൾ തന്നെ ഈ വിൻറ്റേജ് രാജ്ദൂതാണ് ഇരിക്കുന്നത്. നല്ല സ്പേസ് ഉള്ള വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഹോട്ടലാട്ടോ അത്. നമ്മുടെ ഗൾഫിലേക്ക് പോലെ ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പ് കൊണ്ട് കേട്ടോ. മാച്ചൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ ഇവിടെ വിൻഡോയിൽ കൂടെ നമുക്ക് കണ്ടുകൊണ്ടിരുന്ന് ഫുഡ് കഴിക്കാൻ കേട്ടോ. ഫുഡൊക്കെ ഓർഡർ ചെയ്ത് നമ്മൾ മേളിലേക്ക് നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഇൻറ്റീരിയർ വർക്ക്സ് ഒക്കെ കണ്ടു. അത് ചെയ്തേക്കുന്നത് കൂടുതലും ചാക്കിലാട്ടോ, നമ്മുടെ ചണച്ചാക്ക് വെച്ചിട്ട്. ഫ്രിഡ്ജിൽ നോക്കുമ്പോൾ കൊമ്പോച്ച ഇരിക്കുന്നു, അപ്പോൾ അതൊരെണ്ണം ഓർഡർ ചെയ്തു. അവിടുത്തെ ഗ്ലാസും സീറ്റും ഒക്കെ ഒരു വെറൈറ്റി ആട്ടോ. അബിക്കുട്ടൻ അവിടുത്തെ മന്തി ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ അവിടുത്തെ ഒരു പെരി പെരി ചിക്കൻ ഓർഡർ ചെയ്തു. അബിക്കുട്ടൻ ആദ്യമായിട്ടോ കൊമ്പോച്ച കുടിക്കുന്നത്. എങ്ങനെയുണ്ട്? ഒരു ഇതല്ലേ, ഒരു ടേസ്റ്റ് എന്ത് ടേസ്റ്റ് എനിക്ക് തോന്നി? ഇച്ചിരി ഭയങ്കര ടേസ്റ്റ് വരും. ഫുഡ് ഓർഡർ ചെയ്തൊരു 10-15 മിനിറ്റ് തന്നെ നമുക്ക് ഫുഡെല്ലാം കിട്ടി കേട്ടോ. നല്ല സർവീസായിരുന്നു. പെരി കണ്ടിട്ട് രസമുണ്ടല്ലോ. പെരി കണ്ടിട്ട് രസമുണ്ടല്ലോ. ഫുഡൊക്കെ കഴിച്ച് ബില്ലൊക്കെ കൊടുത്ത് നമ്മൾ അവിടെ നിന്ന് അതൊക്കെ ഇറങ്ങി. തിരിച്ചു പോകാൻ നേരത്ത് നമ്മുടെ അബിക്കുട്ടൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് ലൈസൻസൊക്കെ ഇപ്പോൾ കിട്ടി, എനിക്കൊന്ന് സ്കൂട്ടർ ഓടിക്കാൻ തരാമെന്ന്. പിന്നെ നമ്മൾ പിള്ളേരുടെ ആഗ്രഹത്തിനൊന്നും തടസ്സം നിൽക്കാറില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഓടിച്ചോളാൻ പറഞ്ഞു. പിന്നെ ഞങ്ങൾ പതുക്കെ ഞാൻ പുറകിലൊക്കെ ഇരുന്ന് കുറേ വിഷ്വൽസൊക്കെ എടുത്തു. ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. ഇന്നലെ നമ്മുടെ വീടിൻ്റെ അവിടെയൊക്കെ ഭയങ്കര കാറ്റും മഴയായിരുന്നു കേട്ടോ, കോട്ടയത്ത്. അപ്പോൾ വീട്ടിൽ വെച്ചിരുന്നൊരു ഫോട്ടോ പൊട്ടി ചേട്ടൻ്റെ വീട്ടിൽ. പിന്നെ നമ്മൾ ആ ഫോട്ടോ എടുത്ത് പമ്പേട്ടിലുള്ള രാജചേട്ടൻ്റെ അടുത്ത്, ഗാലക്സിയിലുള്ള രാജചേട്ടൻ്റെ അടുത്ത് കൊണ്ട് ഫ്രെയിം ചെയ്യാൻ വേണ്ടി കൊടുത്തു. ഇവിടെ വരെ എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. വേറൊരു വീഡിയോയായി പിന്നെയും കാണാം.